ആ രഞ്ജിനി, എന്തായാലും നീ കാര്യങ്ങളെ പ്ലാൻ ചെയ്തു. ആ നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഏ ഓ അവരെ മക്കളും മരുമക്കളും ഒക്കെ അവരവരുടെ രീതിയിൽ അടിച്ചു പൊളിക്കുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കിനി എത്ര നാളുണ്ട് ജീവിതം? കുറച്ചു കാലമല്ലേ ഉള്ളൂ. അതിനിടയ്ക്കെങ്ങാനും ഒരു കൊറോണ കൂടെ വന്നാൽ എനിക്ക് പേടിയാ കേട്ടോ. അതുകൊണ്ട് എല്ലാം കൊണ്ട് പ്ലാൻ ചെയ്തു. ഓക്കെ. ആ ശരി ശരി. ചേച്ചി ഇന്നെന്ത് ഭയങ്കര സന്തോഷത്തിലാണല്ലേ? പെൻഷനും വല്ലതും കൂട്ടി കിട്ടിയാ? പെൻഷനൊന്നും കൂട്ടി കിട്ടിയില്ല ഉണ്ണി. എനിക്ക് ഒരു ബുള്ളറ്റ് ഓടിക്കണം. ബുള്ളറ്റ്. ഈ പട്ട് കുറയ്ക്കുന്നവർ എന്ത് ചിരിക്കുന്നെങ്ങനെ? ഈ പ്രായത്തിലെ ബുള്ളറ്റിനെയും കാട്ടി നല്ലത് JCB ആണ്. ഓഹോ, നീ തగ్గടിക്കുക അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നെ കൊണ്ട് പറ്റത്തില്ലേ പറഞ്ഞേരെ, ഞാൻ വേറെ ആരോടെ കയ്യിലെങ്കിലും പോയി പഠിച്ചോളാം. ചേച്ചി സീരിയസ് ആയിട്ട് പറഞ്ഞാണ്? പിന്നല്ലാതെ. എനിക്ക് ബുള്ളറ്റ് ഓടിച്ച് കാശ്മീർ വരെ പോണം. കാശ്മീർ വരെ പോണേ കാട്ടി കാശി പോണാണ് നല്ലത്. അവിടെ പോയി കഴിഞ്ഞാൽ കർമ്മം കൂടെ അങ്ങ് ചെയ്യാല്ലേ? അയ്യടാ, നിന്റെ ആഗ്രഹം നടക്കില്ല മോനെ. ഇതേ ഇതെന്റെ ഒരു വാശിയ, മനസ്സിലായോ? ദാറ്റ് ഈസ് മൈ ചാലഞ്ച്. ഓക്കെ ഓക്കെ. എവിടെ ചെന്നിരിക്കുമ്പോ വർച്ചാപിടി ചെറുക്കാൻ മാത്രമേ ഉള്ളൂ. വല്ല ടയറ് കളഞ്ഞ് വിറ്റളയും പയര്. ഞാൻ അങ്ങോട്ട് പോട്ട്. അയ്യോ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്തോന്ന് പരിഹാരം? എന്തോന്ന് കാണിച്ചെന്നില്ല. ഞാൻ എന്തോന്ന് കാണിച്ചതാണ്? ഇവിടെ നിക്ക് 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 അവിടെ നിക്ക് അവിടെ നിക്ക്. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. നിക്കാൻ എന്താ എന്താ ഇവിടെ? എന്താ ഇവിടെ? ഒരു മിനിറ്റ് അമ്മേ, ഒരു മിനിറ്റ്. ഇവിടെ ഓടണ അയാളപ്പിടി. ഓ, നിങ്ങളെ വണ്ടി ശരിയാവൂല്ലേ അവിടെ? വിചാരിക്കണല്ല. എങ്ങനെ ഇറങ്ങണം? തുറക്കല്ലേ തുറക്കല്ലേ തുറക്കല്ലേ. രാമേട്ടാ കളിക്കല്ലേ. തുറക്ക്. ഇല്ല തുറക്ക്. ഇല്ല. എടാ ശങ്കര, എടാ എവിടെയാ നീ? അപ്പച്ചി വാടി വാഴ കൊല്ലാൻ അപ്പച്ചി ചുമ്മാ അടിക്കാൻ പറഞ്ഞ മോളെ. എന്താ എന്താ ഇവിടെ? എന്താ കാര്യം? ഇത് തന്നെ കാര്യം. എന്തോന്ന്? മനുഷ്യവിടെ കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്ത് പൈസ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. ഇങ്ങേര് പോയിട്ട് 1000 രൂപയുടെ ഷർട്ട്, 800 രൂപയുടെ നിക്കർ, 3000 രൂപയ്ക്ക് മഴവില്ല ഷൂ. ഇതിവിടെ പറഞ്ഞത് ശരിയാണോ? അല്ല ശരിയാണ്. എന്റെ അപ്പച്ചി മഴയത്ത് ഒന്നും ഉണങ്ങിയില്ല, ഇടാൻ തുണിയില്ല. മഴയത്ത് ഉണങ്ങിയില്ലെങ്കിൽ 5000 രൂപയ്ക്ക് 2-3 ഡ്രസ്സും ഒരു ഷൂ ഞാൻ വാങ്ങിച്ചു. എന്റെ അമ്മ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആ പൈസ മാറ്റി വെച്ചേക്കിന്റെ. അതിനാണ് അവളെ ഉരുട്ടിയിട്ട് ഇടിച്ചത്. അതിനാണ് ഉരുട്ടിയിട്ട് ഇടിച്ചത്. നിങ്ങൾ എന്റെ ഭർത്താവായി പോയി. എന്തൊരു കഷ്ടമായി പോയിന്ന് പറ. എന്താ ഇപ്പൊ എത്ര രൂപ പോയി നിന്റെ? 5000 രൂപ എടുത്തോണ്ട് പോയി. 5000 രൂപ പോയോ? ഞാൻ വാങ്ങിച്ച എന്റെ നീ ഒരു കാര്യം, ഞാൻ ഇത് എവിടെ നീ അങ്ങ് ക്ഷമിക്ക് പോട്ടെ. അമ്മ എന്തിനാ എപ്പോഴും എന്റെ അടുത്ത് ക്ഷമിക്കാൻ പറയണം? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 5000 രൂപ അല്ലേ ഞാൻ തന്നേക്കാം. കഴിഞ്ഞല്ലോ. അയ്യേ അപ്പച്ചി കൊടുക്കണ്ട. പിന്നെ 2 ഇരട്ടി ഞാൻ കൊടുക്കും. 10000 രൂപ ഞാൻ കൊടുക്കും. കൊള്ളാം. അങ്ങനെ കുറെ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ കുറെ തന്നിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഇവിടെ മൾട്ടി മില്യണർ ആയിട്ട് ഇരിക്കണ്ടേ? എന്റെ പൈസയും പോയി. അമ്മയുടെ മോൻ അമ്മനെ കൊടുത്തു. അയ്യോ, എന്താടാ ഇതൊക്കെ കാണിക്കുന്നത്? നീയേ വലിയ പുതിയ പാന്റും ഷർട്ടും കുന്തമൊക്കെ വാങ്ങിച്ചു. പക്ഷേ ആണുങ്ങളുടെ വില നീ കളയരുത് കേട്ടോ. പരമ കഷ്ടം, നാശം.
ഇതിന്റെ ഇവിടെ ആണെങ്കിൽ 2 ഞട്ട് ലൂസ് ആയിരിക്കണ്. അയ്യോ ഡൈ അതിനൊന്നും വലിച്ചളക്കല്ലേ, അത് ഇന്ത്യന്റെ നട്ടാണ്, അത് ടൈറ്റ് ചെയ്തേ. വാ. ആ ആശാനെ, ഏ? അത് ആശാന്റെ ചേച്ചിയല്ലേ? ഓ അത് ഇപ്പൊ വെറും ചേച്ചിയല്ല ആശാന്റെ, ഏ. 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു ചേച്ചിയാണ്. ആ എന്തൊരു മില്ലാണ് നീ റേഡിയേറ്ററിൽ വെള്ളം വീശി. അത് എനിക്ക് അത് ഏതെന്ന് അറിഞ്ഞൂടാ. അറിഞ്ഞൂലേ? ഇല്ല. ഇതൊക്കെ എന്നടാ പഠിക്കണത്? പിന്നെ ഏ. ആശാനെ അതേപോലെ ആവണമെങ്കിൽ ആ. ആശാൻ എന്നെ കാണേണ്ട രീതിയിൽ കാണണം. എങ്ങനെ? എങ്കിൽ ഞാൻ ആശാനെയും ആശാന്റെ ഈ വണ്ടിനെ സ്റ്റാർ ആക്കി തരാം. ഓഹോ. ആ എനിക്ക് ചാറാവണ്ട. നീ എന്തൊരു ചാറാക്കാൻ പോണെന്നെ? ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാത്തിലൊക്കെ ഇട്ട് സ്റ്റാർ ആക്കി തരൂലേ? എനിക്ക് നേരം വെളുത്തായി വീഡിയോ ചാറാക്കട്ടോ. എന്താണ് 24 മണിക്കൂറും വീഡിയോ ചാറും പണി പഠിക്കുന്ന ചിന്തയൊന്നുമില്ല. ചിന്നു നീ ഷെഡിൽ പോകാൻ പറ, നിന്റെ ഇട കൂടെ തോന്നുന്നു. ഇങ്ങോട്ട് വേണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാമ, നിങ്ങളുടെ ശിഷ്യനും ഇങ്ങനെ നിങ്ങളുടെ മോനും ഇങ്ങനെ എന്ത് മാമ ഇങ്ങനെ? അതിന് ഞങ്ങളെ കൂട്ടം. നീ മറ്റേ തങ്കറാണി. അതെ തങ്കറാണി. നമ്മളെല്ലാരും കുഴപ്പക്കാരി. എനിക്ക് എന്താണ് ഒരു തങ്കറാണി. നീ കൊണ്ടുപോയി വെട്ടങ്ങോട്ട്. ഞാൻ വെട്ടിയ ചെടിയും കുറെ നട്ടക്കുരുക്കാത്ത പുഴു കൊണ്ട് ഞാൻ വെട്ടിക്കളയും. മാമ ആ പുഴു നിങ്ങളാണ്. അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഒപ്പം നോക്കിയിട്ടും എന്നെ കുറ്റം പറയാനല്ലേ, എന്നെ കുറ്റം പറയാൻ മതിയാ വെട്ടിയത്. പോരാ പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് ഷെഡിൽ പോ. ഈ എന്തിനു എന്നോട് ഇറങ്ങി വരണത്? അമ്മച്ചി സ്ലോ മോഷനിൽ വന്നാൽ ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ. സ്ലോ മോഷനിൽ നടന്നു വരണേ. ഇതാരടേ ചിന്നു? കാവിലെ ഭഗവതി ഗ്ലാസ് വെച്ച് പറഞ്ഞു. കാവിലെ ഭഗവതിയല്ല, മാടമ്പള്ളിയിലെ ചിത്തരോഗി. ഹായ് രഞ്ജിനി. ഹായ് ബേബി. ഡെസ്റ്റിനേഷൻ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗോ ടു സ്ട്രേറ്റ് ഗോവ. ഡോണ്ട് വറി, I will be at 9 o'clock. Okay? ഗോവയിൽ പോകണം. ഗോവയിൽ പോണാടി. എന്റെ അടുത്ത് ചോദിക്കണം എന്തിനാ? നിങ്ങളൊക്കെ കൂടെ അല്ലേ പരിപാലിപ്പിച്ച് ഇങ്ങനെ ആക്കിയത്? നിങ്ങൾ പോയിട്ടുണ്ടോ മനുഷ്യ ഗോവയ്ക്ക്? നിങ്ങൾ എന്നെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഗോവയ്ക്ക്? ഉച്ചക്ക് കുറച്ച് കോവയ്ക്ക എടുക്കത്ത, അതേ പറ്റുള്ളൂ നിങ്ങളെ. നിനക്ക് ഗോവയിൽ പോകണോ? നീ ഇല്ലേ അവരെ ഗോവ ഉണ്ടാക്കാൻ പോണത്? പോടാ എന്റെ വീഡിയോ